വെൽക്കം ടു എഡീന അക്കാഡമി. എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC പുതിയ നോട്ടിഫിക്കേഷൻ 31/12/2024 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 29/1/2025 കാറ്റഗറി നമ്പർ 726/2024 ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. Applications are invited online only from candidate for appointment in the under-mentioned post in Kerala Government Service. Before applying the post, a candidate should register as per one-time registration through the official website of Kerala Public Service Commission. Candidates who have already registered can apply through their profile. ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത് ഓൺലൈനായിട്ടാണ്. വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യുക. വൺ ടൈം രജിസ്ട്രേഷൻ നടത്താത്തവർ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയ ശേഷം പ്രൊഫൈൽ വഴി ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് നെയിം ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ലോ ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്. നെയിം ഓഫ് പോസ്റ്റ് ലീഗൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. സ്കെയിൽ ഓഫ് പേ 41,300 up to 87,000. Number of vacancies, anticipated vacancies. ഡിപ്പാർട്ട്മെൻറ്റ് ലോ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്. നെയിം ഓഫ് പോസ്റ്റ് ലീഗൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. സ്കെയിൽ ഓഫ് പേ വരുന്നത് 41,300 മുതൽ 87,000 വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് പ്രതീക്ഷിത ഒഴിവുകളാണ്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി റാങ്ക് ലിസ്റ്റിന് കുറഞ്ഞത് 1 വർഷവും കൂടിയത് 3 വർഷവും കാലാവധി ഉണ്ടായിരിക്കുന്നതാണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. സ്ഥിര നിയമനമാണ്. ഏജ് ലിമിറ്റ് 18-നും 37-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഉള്ള കാൻഡിഡേറ്റ് ബോൺ ബിറ്റ്വീൻ 2 January 1987 and 1 January 2006. Both dates are included, are eligible to apply for this post with the usual relaxation to scheduled caste, scheduled tribe and other backward communities. ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രി ഇൻ ലോ ഓഫ് എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. നിയമത്തിലുള്ള ബിരുദമാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ പറയുന്നത് എൻറോൾമെൻറ്റ് ആസ് ആൻ അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്തിരിക്കണം. മോഡ് ഓഫ് സബ്മിറ്റിംഗ് ആപ്ലിക്കേഷൻസ് കാൻഡിഡേറ്റ് ഷുഡ് സെൻഡ് ദെയർ ആപ്ലിക്കേഷൻ ത്രൂ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ kerala.psc.gov.in. After one-time registration, candidates already registered should apply. After logging their own profile using their user ID and password, candidate must click on the apply now button of the respective post in the notification link to apply for the post. No application fee is required. യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് പ്രൊഫൈലിൽ കയറി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ശേഷം അതിൻ്റെ ഒരു മൈ ആപ്ലിക്കേഷൻ ലിങ്കിൽ നിന്നും അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ആധാർ കാർഡ് ഉള്ളവർ ആധാർ കാർഡ് ID പ്രൂഫായിട്ട് പ്രൊഫൈലിൽ ഉൾപ്പെടുത്തേണ്ടതാണ്.
പിന്നെ OMR അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് നടത്തുന്നതിലേക്കായിട്ട് കാൻഡിഡേറ്റ്സ് കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. അത് വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ മുഖേനയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത്. കൺഫർമേഷൻ കൊടുക്കുന്നവർക്ക് മാത്രമേ ഹാൾ ടിക്കറ്റ് ജനറേറ്റ് ആവുകയുള്ളൂ, അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയുള്ളൂ. എക്സാമിനേഷൻ ഡേറ്റ് ഉൾപ്പെടെ ലാസ്റ്റ് 15 ദിവസത്തേക്ക് അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കുന്നതാണ് പ്രൊഫൈലിൽ. കൺഫർമേഷൻ കൊടുക്കാത്ത ആപ്ലിക്കൻസിന് ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നതാണ്. The period regarding the submission of confirmation and the availability of admission ticket will be published in the examination calendar. Information in this regard will be given to the candidates in their respective profile and registered mobile number. എക്സാമിനേഷൻ കലണ്ടറിൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്ന ഡേറ്റും കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റും കൊടുത്തിരിക്കും. അതോടൊപ്പം തന്നെ കാൻഡിഡേറ്റ്സിൻ്റെ പ്രൊഫൈലിലേക്ക് മെസ്സേജ് ലഭിക്കുന്നതാണ്. ഒപ്പം രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലും മെസ്സേജ് വരും കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റിനെ സംബന്ധിച്ച് വിവരങ്ങൾ. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 29/1/2025 വെനസ്ഡേ അർദ്ധരാത്രി 12 മണി വരെയാണ്. വെബ്സൈറ്റ് അഡ്രസ്സ് kerala.psc.gov.in. കാറ്റഗറി നമ്പർ 726/2024 നേരിട്ടുള്ള നിയമനം. നോട്ടിഫിക്കേഷനും മലയാളത്തിലും ലഭ്യമാണ്. കേരള സർക്കാർ സർവീസ് താഴെ പറയുന്ന ഉദ്യോഗത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഓൺലൈനായി അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ഓൺലൈനായി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ്. വകുപ്പ് നിയമവകുപ്പ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് ഉദ്യോഗപ്പേര് ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2. ശമ്പളം 41,300 മുതൽ 87,000 വരെ. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ്. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18-നും 37-നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. യോഗ്യത ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച നിയമബിരുദം. അഭിഭാഷകനായി എൻറോൾ ചെയ്തിരിക്കണം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതി. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ kerala.psc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്തവർ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളവർക്ക് യൂസർ ഐഡിയും പാസ്വേഡും എടുത്ത് ലോഗിൻ ചെയ്ത ശേഷം അപേക്ഷിക്കാവുന്നതാണ്. ഭാവിയിലെ ഉപയോഗത്തിന് ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയുടെ സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപേക്ഷ സംബന്ധമായി കമ്മീഷനുമായി നടത്തുന്ന കത്തിടപാടുകൾ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് കൂടി സമർപ്പിക്കേണ്ടതാണ്. ആധാർ കാർഡ് ഉള്ളവർ ആധാർ കാർഡ് തങ്ങളുടെ പ്രൊഫൈലിൽ തിരിച്ചറിയൽ കാർഡ് രേഖയായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ്. പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 29/1/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ്. സമർപ്പിക്കേണ്ട വെബ്സൈറ്റ്
kerala.psc.gov.in. അവസാന നിമിഷം വരെ നോക്കിയിരിക്കാതെ അപേക്ഷ 29/1/2025 മുമ്പായി സമർപ്പിക്കേണ്ടതാണ്. Thanks for watching my channel. Thanks for watching my videos. എഡീന അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വീഡിയോസ് ലൈക്ക് ചെയ്യുക. ചാനൽ കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ചാനൽ വീഡിയോസും ചാനൽ ലിങ്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഒപ്പം കമൻറ്റ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഡൗട്ടുകളും കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പേരിലേക്ക് വീഡിയോസും ചാനൽ ലിങ്കും ഷെയർ ചെയ്ത് കൊടുക്കുക. Thank you for watching my channel and thank you for watching my videos. Thank you.